എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റെഡ് സോസ് പാസ്തയാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു പാസ്തയാണ്. അപ്പൊ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ പാസ്തയ്ക്ക് വേണ്ടിയിട്ട് ഈ ടൊമാറ്റോ സോസ് ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഒരു പാൻ എടുത്തിട്ട് ഇത് ഈ പാനിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നല്ല റെഡ് കളർ ടൊമാറ്റോ തന്നെ നമ്മൾ ഇതിനായിട്ട് എടുക്കണം. ഇനി ടൊമാറ്റോയിലേക്ക് ഞാനിവിടെ ചെറിയ 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾ വലുതാണ് എടുക്കുന്നതെങ്കിൽ, അതായത് ചൈനീസ് വെളുത്തുള്ളി ആണെങ്കിൽ ഒരെണ്ണം മതിയാകും. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഈ ടൊമാറ്റോ സോസിന് കളർ കിട്ടാൻ ക്യാരറ്റ് ചേർക്കുന്നത് ഞാൻ കണ്ടത് അബുദാബിയിൽ മദീന സായിദിൻ്റെ മോളിൽ ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് പാസ്തയ്ക്ക് ഓർഡർ കൊടുത്തപ്പോൾ അവർ അന്നേരം തന്നെ ഉണ്ടാക്കി തരാണ് ചെയ്യണത്, നമുക്ക് കാണാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ അവരതിലേക്ക് ചേർത്തിട്ടാണ് ഇത് വേവിച്ചിട്ട് അരച്ചെടുത്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ക്യാരറ്റും കൂടെ. അപ്പം ഞാൻ ചോദിച്ചത് എന്ത് നിങ്ങൾ ക്യാരറ്റ് ചേർക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് കുറച്ചുകൂടി നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പം ടൊമാറ്റോയും വെളുത്തുള്ളിയും ക്യാരറ്റും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമേ എടുത്തിട്ടുള്ളൂ. ഈ 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. വേവിക്കുമ്പം കുറച്ച് വെള്ളം വറ്റി വരും. അത് സാരമില്ല, കാരണം നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ല. ഈ ടൊമാറ്റോയിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ വെറും 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇതിവിടെ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഞാനിവിടെ കാശ്മീരി ചില്ലി 3 എണ്ണം എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി എടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ എരിവ് കുറവും കളർ കൂടുതലും ആയതുകൊണ്ടാണ്. 3 എണ്ണം മതിയാകും. ഈ 3 കാശ്മീരി ചില്ലിയുടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലിനി പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിവിടെ റെഡിയാവുന്ന നേരം കൊണ്ട് നമുക്ക് പാസ്ത വേവിച്ചെടുക്കാം. പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതായത് ഈ പാസ്ത വേകാൻ പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ പെന്നെ പാസ്തയാണ് എടുത്തിരിക്കുന്നത്. പാസ്ത എടുക്കുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി പാസ്ത തന്നെ നമ്മൾ എടുക്കണം. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അത് ശരിക്കും പിരിഞ്ഞു പോകും. അതായത് ഈ പാസ്തയുടെ ഈ ഷേപ്പ്, ഈ പെന്നെ പാസ്തയുടെ ഈ ഷേപ്പൊന്നും നമുക്ക് വെള്ളത്തിലിട്ടാൽ കിട്ടത്തില്ല. അത് എൻ്റെ 1-2 ഫ്രണ്ട്സ് ഉണ്ടാക്കിയപ്പം എന്നെ വിളിച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. അതായത് നമ്മൾ പാസ്ത എടുക്കുമ്പം നല്ല ക്വാളിറ്റി പാസ്ത തന്നെ എടുക്കണം. നിങ്ങൾക്ക് അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാനിത് പറഞ്ഞത്. അപ്പം വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഈ പാസ്ത ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ പാസ്ത വാഷ് ചെയ്തിട്ടല്ല ഇടുന്നത്. ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് പാസ്ത എന്ന് വെന്ത ശേഷമാണ് നമ്മൾ ഈ ഡ്രെയിൻ ചെയ്ത് തണുത്ത വെള്ളം ഒഴിച്ച് വാഷ് ചെയ്തെടുക്കുന്നത്. ആ സമയം ഇതിൽ സ്റ്റാർച്ചൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. പിന്നെ നല്ല ക്വാളിറ്റി പാസ്ത ആകുമ്പോൾ അതിനൊരു ഗുണം എന്താ വെച്ചാൽ സ്റ്റാർച്ച് അധികം ഉണ്ടാവത്തില്ല. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓയിൽ ഇതുപോലെ വേകുമ്പോൾ ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ, ഇത്രയും മതിയാകും. ഇനി നമ്മളിത് ഡ്രെയിൻ ചെയ്ത ശേഷം നമ്മൾ ഈ വെള്ളം മാറ്റി വെക്കും. വെള്ളം അരച്ചെടുക്കാൻ ആവശ്യമാണെങ്കിൽ മാത്രം ഇതിൽ നിന്നുള്ള വെള്ളം കുറച്ചെടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ വെള്ളം ഇതിനായിട്ട് ഇപ്പോൾ എടുക്കത്തില്ല. ഡ്രെയിൻ ചെയ്തിട്ട് അതുകൊണ്ടാണ് അരച്ചെടുക്കാൻ. ഇനി വെള്ളം ആവശ്യമാണെങ്കിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഒന്ന് മാറ്റി വെക്കണം എന്ന് പറയുന്നത്. ഡ്രെയിൻ ചെയ്ത ശേഷം ഈ ഇരിക്കുന്ന ടൊമാറ്റോയും ക്യാരറ്റും വറ്റൽമുളകും വെളുത്തുള്ളിയും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിവിടെ തണുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇതിനി നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ വല്ലാതെ കട്ട് ചെയ്തിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മൾ ഈ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് 1/2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. മാക്സിമം 1 ടേബിൾ സ്പൂൺ വരെ, അതിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഞാനിവിടെ ടൊമാറ്റോ സോസ് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്.
ഇതുപോലെ വേണം നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഒരുപാട് വെള്ളം ആകരുതെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. കണ്ടോ, ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കേണ്ടത്. ഈ ടൊമാറ്റോ സോസൊക്കെ നമ്മൾ ഉണ്ടാക്കി അധികം വെക്കേണ്ട കാര്യമില്ല. നമ്മൾ ആവശ്യത്തിന് ഇതുപോലെ കുറച്ചെടുത്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്. നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ഇങ്ങനെ ആവുമ്പോൾ. ഈ പാസ്ത ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ തമ്മിലൊട്ടും. പാസ്ത ഇവിടെ വേകുന്ന നേരം കൊണ്ട് നമുക്ക് ഈ വെജിറ്റബിൾസ് അരിഞ്ഞെടുക്കാം. ഇവിടെ ഞാൻ ഈ പാസ്തയിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെജിറ്റബിൾസ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ബ്രൊക്കോളി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ ബെൽ പെപ്പേഴ്സ് 2 എടുത്തിട്ടുണ്ട്. ഞാൻ 2 കളറാണ് എടുത്തിരിക്കുന്നത്, ഗ്രീനും റെഡും. പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് സെലറി. ഇത് ഇത്രയും വെജിറ്റബിൾസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വെജിറ്റബിൾസ് വേണമെങ്കിൽ അങ്ങനെയും ഇതുണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. ഞാനിവിടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിന്റെ അളവ് തിരഞ്ഞെടുക്കാം. ഞാനിവിടെ നീളത്തിനാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ബ്രൊക്കോളി ഇതുപോലെ ഇളക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഡ്രെയിൻ ചെയ്ത് വാഷ് ചെയ്ത് എടുത്തു വെക്കാം. ഞാൻ പാസ്ത ഇവിടെ നന്നായി വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. കണ്ടോ, ഇതിപ്പോ ഒന്നും ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. നല്ല ഒറ്റയായിട്ടാണ് കിടക്കുന്നത്. ഇങ്ങനെ വേണം നമ്മൾ പാസ്ത റെഡിയാക്കി എടുക്കേണ്ടത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഞാനിവിടെ ഏകദേശം ഇതൊരു 2.5 ടേബിൾ സ്പൂൺ ബട്ടർ വരും. ഈ ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ മെൽറ്റ് ആകുമ്പോഴേക്കാണ് ഈ വെജിറ്റബിൾ ഇട്ട് നമ്മളിതൊന്ന് വഴറ്റുന്നത്. ബട്ടർ ഇവിടെ മെൽറ്റായി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, സെലറി ഇപ്പം ഇടേണ്ട ആവശ്യമില്ല, ബാക്കിയിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. വെജിറ്റബിൾസ് ഓവർ കുക്കാവാനും പാടില്ല, അതുപോലെ വെജിറ്റബിൾസിന്റെ കളറ് ചേഞ്ച് ആവാനും പാടില്ല. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിത് വഴറ്റുന്നത് കേട്ടോ. ഈ ബ്രൊക്കോളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കണം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇവിടെ 2 മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിത് വഴറ്റിയിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിവിടെ വഴറ്റിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് പാഴ്സ്ലി ലീഫും, ഏകദേശം 1/4 ടീസ്പൂൺ മതി. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേസിൽ ലീഫും. ഇതൊക്കെ ഡ്രൈ ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അതും ഉപയോഗിക്കാം. എല്ലാം 1/4 ടീസ്പൂൺ വീതം ഇട്ടിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ വെജിറ്റബിൾസ് ഇനി നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യത്തേ ഉള്ളൂ. പാൻ കഴുകൊന്നും വേണ്ട, ഇതേ പാനിൽ തന്നെയാണ് ഇനി നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ ഈ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, അതിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒലിവ് ഓയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ ബേസിൽ ലീഫും 1/4 ടീസ്പൂൺ പാഴ്സ്ലി ലീഫും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ മാവും പാകത്തിനുള്ള ഉപ്പ് നമ്മൾ നേരത്തെ വെജിറ്റബിൾസിൽ ഇട്ടിട്ടുണ്ട്, അത് കണക്കാക്കി വേണം ഇതിലിടാൻ. ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മൈദ മാവിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇട്ട് ഇളക്കി കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ഇനി 1 കപ്പ് ഫ്രഷ് മിൽക്കാണ് ഇത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് ഇത് മിക്സ് ആവത്തക്ക രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിങ്ങനെ കട്ട കെട്ടിയിരിക്കുന്ന കണ്ട് നിങ്ങൾ പേടിക്കണ്ട. നമ്മൾ ഈ മിൽക്ക് ചൂടാവുമ്പോഴേക്ക് ഇതിൽ മിക്സ് ആയിക്കോളും. ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇത് ചൂടാവുമ്പോഴേക്ക് അത് കട്ടയെല്ലാം മാറും. നമ്മളൊന്ന് ഇളക്കി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് നമ്മളിങ്ങനെ ഇടുമ്പോൾ കട്ട കെട്ടിയെന്ന് കരുതി പേടിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം.
ഞാൻ ഇതിനു മുൻപ് ഒരു ആൽഫ്രെഡോ പെന്നെ പാസ്ത ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അത് പക്ഷെ വളരെ ടേസ്റ്റിയാണ്. അതേപോലെ തന്നെയാണ് ഇതും നല്ല ടേസ്റ്റുള്ള ഒരു പാസ്തയാണ്. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നതാണ്. കണ്ടോ, ഈ ചീസും ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും നല്ലതുപോലെ ഒന്ന് മിക്സായ ശേഷം നമുക്ക് ഈ വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇതിവിടെ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും പാഴ്സ്ലി ലീഫും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ആവത്തക്ക രീതിയിൽ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, ഇപ്പൊ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. ഇനി ഇതിന് പുറത്തേക്ക് കുറച്ച് ചീസും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇടുമ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് വരുന്നത്. പ്രത്യേകിച്ച് ഇത് കുട്ടികൾക്കായിരിക്കും ഇഷ്ടം കൂടുതൽ. പക്ഷെ ഇത് എപ്പോഴും ചൂടോടെ കഴിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ഇപ്പം നമുക്ക് അവർക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാമെന്ന് കരുതിയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. കാരണം തണുത്ത് കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് കുറവാണ്. ഇതെപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ചൂടോടെ തന്നെ കഴിക്കണം. അപ്പം അവർ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് വളരെ സന്തോഷമായിരിക്കും. ഇത്രയും മതിയാവും. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. റെഡ് സോസ് പാസ്ത ഇവിടെ തയ്യാറായി. ഇതിപ്പോ ഞാൻ വെജിറ്റബിൾ ഇട്ടിട്ടാണ് ഈ പാസ്ത തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ചിക്കൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇതിനു മുൻപ് ഒരു ആൽഫ്രെഡോ ചിക്കൻ പാസ്ത ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് ആ ചിക്കന്റെ പ്രോസസ്സ് അതുപോലെ ചെയ്തെടുത്താൽ മതി. അതിനുശേഷമുള്ളത് നമ്മൾ ഈ ചെയ്തിരിക്കുന്ന അതേ മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കണം. നമ്മൾ ഈ വെജിറ്റബിൾ ആഡ് ചെയ്യുന്നതിനൊപ്പം ഇനി ചിക്കനും വെജിറ്റബിളും കൂടിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ഇതിൽ വെജിറ്റബിൾ ആഡ് ചെയ്യുന്ന അതേ ടൈമിൽ ചിക്കനും വെജിറ്റബിളും കൂടി ആഡ് ചെയ്ത് ബാക്കിയെല്ലാം ഇതേ പ്രോസസ്സിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ചൂടോടെ തന്നെ നിങ്ങളിത് കഴിക്കണം. ഇത് ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പം ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ ഇതിന്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യാനും മറക്കണ്ട.